ആരും സ്കിപ്പ് ചെയ്തു പോകരുത്. ഇതൊന്ന് ദയവായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ തീത്തോസ്, ഫിലേമോൻ ഈ രണ്ട് ലേഖനങ്ങളെ ആസ്പദമാക്കിയായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പോൾ തന്നെ പല പ്രിയപ്പെട്ടവർ ഉത്തരം അയച്ചപ്പോൾ റെഫറൻസ് എഴുതിയത് 2:11 അല്ലെ 3:21 അങ്ങനെ മാത്രമാണ് എഴുതിയേക്കുന്നത്. ഏത് പുസ്തകത്തിൽ നിന്നുള്ളതാണെന്ന് എഴുതിയിട്ടില്ല. ദയവായിട്ട് നിങ്ങൾ ഇനിയും മുൻപോട്ടും ഇതുപോലെ രണ്ട് പുസ്തകങ്ങളൊക്കെ നടക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. മുൻപോട്ടുള്ള ബൈബിൾ ക്വിസിന് രണ്ട് പുസ്തകം നടത്തുകയാണെങ്കിൽ അത് ഏത് പുസ്തകത്തിൽ നിന്നുള്ളതാണെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം. അതായത് ഇപ്പോൾ 1 യോഹന്നാൻ, അതൊക്കെ നമ്മൾ രണ്ട് പുസ്തകം വെച്ച് നടത്തേണ്ടി വരും. അപ്പോൾ 1 യോഹന്നാനിൽ നിന്നുള്ളതാണെങ്കിൽ 1 യോഹന്നാൻ 2:11, 2 യോഹന്നാൻ 2:22 അങ്ങനെയൊക്കെ വേണം ഉത്തരം വായിക്കുവാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. വേഗത്തിൽ തന്നെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യങ്ങൾ എബ്രായ ലേഖനത്തിൽ നിന്നാണ്. നമുക്കറിയാം 13 അധ്യായമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: യേശു ആരെ പോലെ സദൃശ്യനായി തീർന്നു? ഓപ്ഷൻ എ മനുഷ്യനെ പോലെ, ഓപ്ഷൻ ബി ദൂതനെ പോലെ, ഓപ്ഷൻ സി സഹോദരനെ പോലെ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: മൽക്കിസെദേക്ക് എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ സമാധാന രാജാവ്, ഓപ്ഷൻ ബി നീതിയുടെ രാജാവ്, ഓപ്ഷൻ സി മഹത്വത്തിൻ്റെ രാജാവ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: ആത്മാവിൻ്റെ നങ്കൂരം പോലെ നിശ്ചയമുള്ളത് എന്താണ്? ഓപ്ഷൻ എ വിശ്വാസം, ഓപ്ഷൻ ബി പ്രത്യാശ, ഓപ്ഷൻ സി സ്നേഹം. ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ന്യായപ്രമാണ പ്രകാരം ജനത്തോട് വാങ്ങുവാൻ കൽപ്പനയുള്ളത് എന്താണ്? അഞ്ചാമത്തെ ചോദ്യം: വാഗ്ദത്തം ലഭിപ്പാൻ അബ്രഹാം എന്താണ് ചെയ്തത്? ആറാമത്തെ ചോദ്യം ഇതാണ്: ശബ്ദം കേട്ടാൽ എന്ത് ചെയ്യുവാൻ പാടില്ല? ഏഴാമത്തെ ചോദ്യം ഇതാണ്: ദൂതന്മാരിൽ ആരോടാണ് ദൈവം നീ എൻ്റെ പുത്രൻ എന്ന് പറഞ്ഞത്? ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. എട്ടാമത്തെ ചോദ്യം ഇതാണ്: അനുസരണക്കേട് ഒട്ടുമില്ലാത്തവൻ ആയിരുന്നിട്ടും എന്തിലൂടെ അനുസരണം പഠിച്ചു? ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: വചനത്തിന് നിർവചനം പറഞ്ഞിരിക്കുന്ന ഒന്ന്, ഇത് കുടിച്ചാൽ എന്തിലാണ് പരിചയമില്ലാത്തത്? പത്താമത്തെ ചോദ്യം ഇതാണ്: ലൂക്കോസിൽ ഒരു വ്യക്തി എന്നെ വിശ്വസിച്ചില്ല എന്ന് കാണുന്നു, എന്നാൽ എബ്രായരിൽ എന്നെ പലരും അനുസരിച്ചില്ല. എങ്കിൽ ഞാൻ ആരാണ്? ലൂക്കോസിൽ എന്നെ വിശ്വസിക്കാത്തത് ആരാണ്? ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വേഗത്തിൽ ഇതിൻ്റെ നിബന്ധനകളൊന്ന് പറയാം. ഒരു ദിവസമാണ് ഉത്തരം അയക്കുവാനുള്ള സമയം. അതുപോലെ തന്നെ എല്ലാ ഉത്തരങ്ങളും ഒരുമിച്ച് അയക്കുക. ഉത്തരത്തോടൊപ്പം റെഫറൻസ് ആവശ്യമാണ്. ഉത്തരം അയക്കുന്നതിന് മുകളിലായിട്ട് നിങ്ങളുടെ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്താൽ, പല പ്രിയപ്പെട്ടവരും താഴെ കൊണ്ടുവന്ന് പേരെഴുതുന്നുണ്ട്. താഴെയല്ല, ഏറ്റവും മുകളിലായിട്ട് പേരെഴുതി കഴിഞ്ഞാൽ ഉത്തരം അയച്ചവരുടെ പേര് വായിക്കുമ്പോൾ അത് വേഗത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും. ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ ഉത്തരങ്ങൾക്കും റെഫറൻസ് ആവശ്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ തീത്തോസ്, ഫിലേമോൻ ഈ രണ്ട് ലേഖനങ്ങളെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളായിരുന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ആർക്കാണ് രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചത്? ഉത്തരം ഇതാണ്: ഓപ്ഷൻ സി സകല മനുഷ്യർക്കും. തീത്തോസ് 2:11. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ക്രേത്യരെ കുറിച്ച് പറഞ്ഞ വിശേഷണങ്ങളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഉത്തരം ഇതാണ്: ഓപ്ഷൻ സി ജ്ഞാനികൾ. തീത്തോസ് 1:12. അവിടെ ജ്ഞാനികളെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ന്യായശാസ്ത്രി എന്ന് വിളിക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ഇതാണ്: സേനാസ്. തീത്തോസ് 3:13. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: ഫിലോമോന്റെ സ്നേഹത്തിൽ സന്തോഷം തോന്നാൻ കാരണം എന്താണ്? ഉത്തരം ഇതാണ്: ഫിലോമോൻ 1:7 കാണാം: വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: പ്രയോജനമില്ലാത്തതും അർത്ഥശൂന്യവും എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. പ്രയോജനമില്ലാത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ നിഷ്ഫലമെന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം ഇതാണ്: മൗഢ്യതർക്കം, വംശാവലി, കലഹം, ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള വാദം. തീത്തോസ് 3:9. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു: നാം എന്തിനായി കാത്തിരിക്കണം? തീത്തോസ് 2:12 നമുക്ക് ഇങ്ങനെ കാണാം: നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ
തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും. ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു, നമ്മെ രക്ഷിച്ചത് എപ്രകാരമാണ്? ഉത്തരം ഇതാണ്. തീത്തോസ് 3:5 കാണാം, അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ആജ്ഞാപിച്ചില്ല, അപേക്ഷിച്ചു. ആര്, ആരോട്, ആർക്കു വേണ്ടി? ഉത്തരം ഇതാണ്. അപേക്ഷിച്ചത് പൗലോസാണ്. ആരോടെന്നുള്ളതിന് ഫിലോമോനോടാണ് അപേക്ഷിച്ചത്. ആർക്കു വേണ്ടി എന്നുള്ളത് ഒനേസിമോസിന് വേണ്ടിയാണ് ഫിലോമോനോട് പൗലോസ് അപേക്ഷിച്ചത്. ഫിലോമോൻ 1:8, 9, 10 വാക്യങ്ങൾ. ഒൻപതാമത്തെ ചോദ്യം ഇതായിരുന്നു, പൗലോസിന് ഫിലോമോനെ പറ്റി ഒരു ഉറപ്പുണ്ടായിരുന്നു, അത് എന്താണ്? ഉത്തരം ഇതാണ്. 1:21 കാണാം, അനുസരണത്തെപ്പറ്റി എനിക്ക് നിശ്ചയമുണ്ടെന്ന്. പത്താമത്തെ ചോദ്യം ഇതായിരുന്നു, മനസ്സ്, ബുദ്ധി, ഈ അർത്ഥം വരുന്ന പദം ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നു, അത് ഏതാണ്? ഉത്തരം ഇതാണ്, ചിത്തം. തീത്തോസ് 1:15. ഇത്രയുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഉത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വേഗത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ സൂസമ്മ തോമസ് പറഞ്ഞിട്ടുണ്ട്, 5 is wrong question, not clear. അപ്പോൾ ക്ലിയർ ആകുന്നില്ലെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ ഒന്ന് കേൾക്കുക. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. കേട്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഒരുപക്ഷെ ഇവിടെ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ ആ സംശയത്തിന് പെട്ടെന്ന് മറുപടി തരുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ നമ്പറിലൊന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതും പെട്ടെന്ന് റിപ്ലൈ തരാൻ പറ്റുകയില്ല. സമയം കിട്ടുന്നതുപോലെ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തായാലും ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയത്തിന് മുൻപ് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. സിസ്റ്റർ വത്സ വത്സൻ, സിസ്റ്റർ റിജിമോൾ, സിസ്റ്റർ സുശീല ജോസ്, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ ജിൻസി, സിസ്റ്റർ സൂസൻ ജെയിംസ്, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ ബീന ബോസ്. 9 ഉത്തരമേ അയച്ചിട്ടുള്ളൂ. 10ാമത്തതിൻ്റെ ഉത്തരം അയച്ചിട്ടില്ല സിസ്റ്റർ ബീന ബോസ്. സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ ശോശമ്മ കുര്യാക്കോസ് 3 ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ ആലിസ് യോഹന്നാൻ, സിസ്റ്റർ ലിഥി തോമസ്, സിസ്റ്റർ ശോശമ്മ കുര്യാക്കോസ് ഇവിടെ ഫുൾ ഉത്തരം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ ട്രീസ പോൾ, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ ആശ. പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസിൽ സമയം കിട്ടുന്നതനുസരിച്ച് പങ്കെടുക്കുക. സിസ്റ്റർ മേരി പൗലോസ്, സിസ്റ്റർ ഗീതമ്മ, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ ആശായെ, സിസ്റ്റർ സൂസമ്മ തോമസ്, സിസ്റ്റർ ഷിമ കോവളം, സിസ്റ്റർ മോളി ജേക്കബ്, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ മേരി ജോസഫ്. ഒരു ഉത്തരം അയച്ചിട്ടുള്ളൂ, ആദ്യത്തെ ഉത്തരം മാത്രം. സിസ്റ്റർ ബിന്ദുരേഖ ഒരു ഇമോജി ഇട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുക. നമുക്ക് ദൈവവചനം പഠിക്കുവാനുള്ള ഒരു ബൈബിൾ ക്വിസാണ്. എല്ലാവരും ദയവായിട്ട് പങ്കെടുക്കുക. സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ ഡാലി ജയൻ, സിസ്റ്റർ ജലജ, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ, സിസ്റ്റർ ജയ വിനേഷ്, സിസ്റ്റർ സുമ പ്രസാദ്, സിസ്റ്റർ ആതിര, സിസ്റ്റർ പ്യാരി അജി, സിസ്റ്റർ രജനി, സിസ്റ്റർ ശ്രീജ കുമാരി. ദൈവത്തിന് മഹത്വം, ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സിസ്റ്റർ സാലി ജോസഫ്, സിസ്റ്റർ ജെമി മാത്യു, ബ്രദർ ശശി സി എ, ബ്രദർ ജെയ്മോൻ മണർകാട്, സിസ്റ്റർ അനിത സജിത്ത്, സിസ്റ്റർ അന്നമ്മ. വംശാവലി എന്നാണ്. അങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്കൊക്കെ അക്ഷരത്തെറ്റൊക്കെ വന്നെന്ന് വിചാരിച്ചിട്ട് ആരും നിങ്ങളുടെ ഉത്തരങ്ങൾ മാറ്റിക്കളയില്ല. അത് തെറ്റായിട്ടൊന്നും എടുക്കുകയില്ല. അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല. പ്രായമുള്ളവരൊക്കെയാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. അപ്പോൾ ചെറിയ അക്ഷരത്തെറ്റൊക്കെ വന്നെന്ന് വിചാരിച്ചിട്ട് അത് ഉത്തരവായിട്ട് പരിഗണിക്കാതിരിക്കുകയൊന്നുമില്ല. അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട ആർക്കും. സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ ബിന്നി ബേബി, സിസ്റ്റർ വത്സമ്മ വർഗീസ്,
സിസ്റ്റർ മീഖ ഷെറിൻ, സിസ്റ്റർ സാറാമ ഡേവിഡ്, സിസ്റ്റർ സാറാമ ജോസഫ്, സിസ്റ്റർ റെനി സാം, സിസ്റ്റർ രാധിക ഷൈജു, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ നിഖിത, സിസ്റ്റർ ജയ ജോർജ്, സിസ്റ്റർ അജിത രാജൻ, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, സിസ്റ്റർ ആൻസി വിജു പിറവം, സിസ്റ്റർ സുജ ജെയിംസ്, സിസ്റ്റർ അന്നമ്മ ജോർജ്, സിസ്റ്റർ സുമതി ഭായ്, സിസ്റ്റർ ശാരദാമണി ദേവി, സിസ്റ്റർ സീന സജി. ഇത്രയും പേരാണ് ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ 10ാമത്തെ ചോദ്യത്തിന് പല പ്രിയപ്പെട്ടവരും സുബോധം, വക്രബുദ്ധി, ദുഷ്ടഹൃദയം, അങ്ങനെ കുറേ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അയച്ച ഉത്തരം ചിത്തമെന്നല്ല മറ്റൊരു ഉത്തരമാണ് അയച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അയച്ച ഉത്തരം എന്തുകൊണ്ട് അയച്ചു, അത് നമ്മുടെ ചോദ്യവുമായിട്ട് സമാനതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വിജയിയായിട്ട് തിരഞ്ഞെടുക്കുന്നതാണ്. എൻ്റെ ഉത്തരം ചിത്തമെന്നാണ്. ഞാൻ നോക്കുമ്പോൾ അത് മാത്രമേ ശരിയായിട്ട് വരുന്നുള്ളൂ. അല്ല, നിങ്ങൾക്കത് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ശരിയുത്തരം അയച്ച് വിജയികളായത് ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ വത്സ വത്സൻ, സിസ്റ്റർ റെജിമോൾ, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ ജിൻസി ജേസി, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ ആലീസ് യോഹന്നാൻ, സിസ്റ്റർ ലിഥി തോമസ്, സിസ്റ്റർ ഗീതമ്മ രാജു, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ ആശ എ, സിസ്റ്റർ ഷിമ കോവളം, സിസ്റ്റർ മോളി ജേക്കബ്, സിസ്റ്റർ ലിസി വിൻസെന്റ്, സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ, സിസ്റ്റർ ആതിര, സിസ്റ്റർ പ്യാരിയാജി, സിസ്റ്റർ രജനി, സിസ്റ്റർ ജെമി മാത്യു, സിസ്റ്റർ അനിത സജിത്, സിസ്റ്റർ അന്നമ്മ, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ മീഖ ഷെറിൻ, സിസ്റ്റർ സാറാമ ജോസഫ്, സിസ്റ്റർ റെനി സാം, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ നിഖിത, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, സിസ്റ്റർ ആൻസി ബിജു, സിസ്റ്റർ അന്നമ്മ ജോർജ്, സിസ്റ്റർ സീന സജി. ഇത്രയും പേരാണ് ശരിയുത്തരം അയച്ച് വിജയികളായിരിക്കുന്നത്. ഇത്രയും പേരാണ് നമ്മുടെ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.